ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരള PSCയുടെ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് ആണ്. ഈ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ കേരള PSC പുതിയൊരു പരിഷ്കാരം നടപ്പിലാക്കാൻ പോവുകയാണ്. ജൂലൈ 2024 മുതലായിരിക്കും ഇത് നടപ്പിൽ വരിക. ഇനി നമ്മളിപ്പോൾ കേരള PSCയുടെ വൺ ടൈം തുളസി വെബ്സൈറ്റിലോട്ട് കയറുമ്പം ഒരു യൂസർ ID കൊടുക്കുന്നു, ഒരു പാസ്വേഡ് കൊടുക്കുന്നു, ഈ ഒരു കോഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്ത് അകത്തിട്ട് പോകാൻ പറ്റും. എന്നാൽ ഇനി വരാൻ പോകുന്നത് ഇവിടെ ഒരു OTP കൂടി വരും. ഈ OTP എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലും അതുപോലെ തന്നെ Gmail ID-യിലും വരും. അപ്പോൾ ഈ ഒരു OTP കൂടി എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇനി മുതൽ നിങ്ങൾക്ക് നമ്മുടെ കേരള PSCയുടെ ഈ ഒരു വെബ്സൈറ്റിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ PSC വെബ്സൈറ്റിൽ കയറിയാൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻസ് അയക്കാൻ പറ്റുകയുള്ളൂ അല്ലേ. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഒക്കെ എന്ത് വേണം, നമുക്ക് PSC വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു നമ്മുടെ പ്രൊഫൈൽ കൃത്യമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വളരെയധികം ആവശ്യമുള്ളതാണ് എപ്പോഴും ഈ വെബ്സൈറ്റിൽ കയറി നോട്ടിഫിക്കേഷൻസ് നോക്കി നമുക്ക് പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് അപ്ലൈ ചെയ്യണം, അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യണം, കൺഫർമേഷൻ കൊടുക്കണം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മെയിൽ ID നിങ്ങൾ ചെക്ക് ചെയ്യുക, കറക്റ്റ് മെയിൽ ID ആണോ നിങ്ങളിപ്പോൾ കൊടുത്തിട്ടുള്ളത് എന്ന്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളുടെ മൊബൈൽ നമ്പർ കറക്റ്റ് ആണോ, കറക്റ്റായിട്ട് നമ്മളുടെ മൊബൈലിൽ എല്ലാ നോട്ടിഫിക്കേഷൻസും വരുന്ന രീതിയിലുള്ള ഒരു നമ്പറാണോ നമ്മൾ കൊടുത്തത് എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ PSC പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യാനാണ് OTP സംവിധാനം വരുന്നത്. വൺ ടൈം രജിസ്ട്രേഷൻ ആണ് ഇത്. ഈ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് പാസ്വേഡ് യൂസർ IDക്ക് പുറമെയാണ് ഈ ഒരു OTP സംവിധാനം കൂടി വരാൻ പോകുന്നത്. 2024 ജൂലൈ 1 മുതലാണ് ഈ സംവിധാനം നിലവിൽ വരുന്നത്. അപ്പോൾ നമ്മൾ മൊബൈല്, ഇമെയിൽ ഇവയിലൂടെ OTP ലഭിക്കും. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിലും നിർബന്ധമായും പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് കേരള PSC നമ്മൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനി 6 മാസം കൂടുമ്പോൾ നിലവിലുള്ള പാസ്വേഡ് പുതുക്കണമെന്നുകൂടി, നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം എന്നുകൂടി PSC നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, ചിലർക്ക് അറിയത്തില്ല എങ്ങനെയാണ് നമ്മളുടെ മൊബൈൽ നമ്പർ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്, മെയിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് ചിലർക്ക് അറിയത്തില്ല അല്ലേ. അപ്പൊ അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രൊഫൈലിൽ കയറുക. എന്നിട്ട് നമ്മളിപ്പോൾ PSCയുടെ ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും. അതിന് നമ്മളുടെ ഫോട്ടോയ്ക്ക് താഴെയായിട്ട് ദാണ്ട യൂസർ ഡീറ്റെയിൽസ് പറഞ്ഞ് കാണാം. ഇതിനകത്തെ മൈ പ്രൊഫൈലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. മൈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദാണ്ട് മൈ പ്രൊഫൈൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 3 കാര്യങ്ങൾ കാണാൻ പറ്റും. ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, പ്രൊഫൈൽ കറക്ഷൻ ഹിസ്റ്ററി. അതിൽ നിങ്ങൾ ആഡ് ഓർ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിലൂടെ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ്, കമ്മ്യൂണിക്കേഷൻ, ID പ്രൂഫ്, ലാൻഡ് നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇങ്ങനത്തെ ഒരു കോളം കാണാൻ സാധിക്കും. ഇതിനകത്ത് ഈ മൊബൈൽ നമ്പർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെയാണോ കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ മാറ്റി കൊടുക്കുക. അത് ഒരു മെസ്സേജ് വഴി നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കും. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഇമെയിൽ ID ക്ലിക്ക് ചെയ്യുക. ഇമെയിൽ ID ക്ലിക്ക് ചെയ്യുമ്പോൾ ദാണ്ട് ഇങ്ങനെ ഒരു കോളം ഓപ്പൺ ആവുകയും നിങ്ങളുടെ മെയിൽ ID എഴുതി കാണിക്കുകയും ചെയ്യും. അപ്പൊ അത് കറക്റ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഒന്നും കുഴപ്പമില്ല. നിങ്ങൾ ഇപ്പോൾ ആക്സസ് ചെയ്യുന്ന ഒരു മെയിൽ ID അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഇത് എഡിറ്റ് ചെയ്യുക. എന്നിട്ട് ലോഗ് ഔട്ട് ചെയ്താൽ മതി നമ്മളുടെ പ്രൊഫൈൽ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായില്ലേ. നമ്മുടെ പുതിയൊരു കാര്യം എന്ന് വെച്ചാൽ ജൂലൈ മുതൽ OTP സംവിധാനം വരികയാണ്. അപ്പൊ 2024 ജൂലൈ 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. സമയമുണ്ട്. മെയിലും അതുപോലെ തന്നെ മൊബൈലിലൂടെയും 2 സംവിധാനത്തിലൂടെയും OTP ലഭിക്കും. അതുകൊണ്ട് രണ്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. പാസ്വേഡ് 6 മാസം കൂടുമ്പോൾ പുതുക്കുക. ഇതാണ് പറഞ്ഞത്. എങ്ങനെ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ AZB അക്കാദമിയുടെ ക്ലാസ്സുകൾ, വളരെ മികച്ച രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ വെറും 599 രൂപയ്ക്ക് ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ഓഫർ ഉണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് LDC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ജോലി നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പേയ്മെന്റ് ചെയ്തുകൊണ്ട് സ്ക്രീൻഷോട്ട് അയക്കാം. ഈ നമ്പറിൽ പേയ്മെന്റ് ചെയ്യാം, ഗൂഗിൾ പേ നമ്പർ. ഈ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ നിങ്ങൾ LP UP നോക്കുന്നവരാണെങ്കിലും വെറും 599 രൂപയ്ക്ക് ഒരു സ്പെഷ്യൽ ഓഫറാണ്, നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. ഇനി എന്താണ് നമ്മളുടെ ഈ ബാച്ചിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ വ്യക്തമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, അതുപോലെ എക്സാം പ്രോസസ്സുകളുണ്ട്, സർപ്രൈസ് എക്സാമുകളുണ്ട്, ലൈവ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, റാപ്പിഡ് QA ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്ലാസ്സസ് നിങ്ങളുടെ വിരൽത്തുമ്പിൽ മൊബൈലിലൂടെയും ലാപ്ടോപ്പിലൂടെയും ഒക്കെ തന്നെ കാണാൻ പറ്റും. ഈ നമ്മളുടെ AZB അക്കാദമി എന്ന് പറയുന്നത് നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഈ ആപ്പ്. ജോലി നേടാൻ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാമിലൂടെ ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലൂടെ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇതാണ് നമ്മളുടെ ഫീസ്. വെറും 599 രൂപയേ ഉള്ളൂ. ഓരോ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ പ്രത്യേകം അധ്യാപകരുണ്ട്. വളരെ വ്യക്തമായി നിങ്ങൾക്ക് സിലബസ് മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് യൂട്യൂബിലൂടെ തന്നെ നമ്മളുടെ ക്ലാസ്സുകളൊക്കെ കാണാൻ സാധിക്കും. ക്ലാസ്സുകൾ കയറി നോക്കി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെന്റിലേക്ക് പോയാൽ മതി. വളരെ മികച്ച രീതിയിലാണ് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്പർ. ഈ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് അയക്കുക. നിങ്ങൾക്ക് ഏത് സമയം കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങളുടെ എന്ത് ഡൗട്ടുകളും മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിലെ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് തന്നെ ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും ഉണ്ട്. ഇനി ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ കാണുന്ന നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പുതിയ അപ്ഡേറ്റുകൾക്കായി നിങ്ങൾക്ക് ചാനൽ ഫോളോ ചെയ്യാം. താങ്ക് യു. ബൈ.